എറണാകുളത്തുള്ള ജോലി സ്ഥലത്തേക്ക് പുലർച്ചെ 5 മണിയോടെ ഇരുചക്ര വാഹനത്തിൽ പോകുകയായിരുന്ന സമയത്താണ് ഏലപ്പാറ കോഴിക്കാനം 1-ാം ഡിവിഷനിൽ വെച്ച് സുജിത്തിന്റെ വാഹനത്തിന് കുറുകെ കാട്ടുപന്നി ചാടിയത്. കാട്ടുപന്നി വാഹനത്തിൽ ഇടിച്ചതോടെ ബൈക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട റോഡിലേക്ക് മറിഞ്ഞു. ഈ അപകടത്തിൽ ഈ യുവാവിന്റെ കാലിന് ഗുരുതരമായി പരിക്കേറ്റു. ഉടൻ തന്നെ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ സുജിത്തിന്റെ കാലിന്റെ ലിഗമെന്റിന് പൊട്ടലുണ്ടായിട്ടുണ്ട്. ആക്ച്വലി ഞാൻ രാവിലെ ഒരു 4:45 ആകുമ്പോഴത്തേക്ക് ഓഫീസിലോട്ട് പോകുമായിരുന്നു. മീൻസ് എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. പോകുന്ന വഴിക്ക് കോഴിക്കാനത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ കോഴിക്കാനം 1-ാം ഡിവിഷൻ ആയപ്പോഴത്തേക്ക് അങ്കനവാടിയുടെ മുകളിൽ വെച്ച് 2 വലിയ പന്നികളായിരുന്നു. നേരെ വന്ന് ബൈക്കിൻ്റെ ഓപ്പോസിറ്റ് ചാടുകയും ബൈക്കിലിടിക്കുകയും ബൈക്ക് മറിയുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം തന്നെ തിരിച്ച് ഏലപ്പാറ വന്നു. ഏലപ്പാറ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പിന്നെ അതിൻ്റെ നേരെ പീരുമേട് വരുമായിരുന്നു ചെയ്തത്. ഹോസ്പിറ്റലിൽ വന്നു. ഇപ്പോൾ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. ലിഗമെൻറ്റ് ചെറിയ എന്തോ പൊട്ടലുണ്ടെന്നാണ് പറയുന്നത്. ഇതുകൂടാതെ ഏലപ്പാറ ചെമ്മണ്ണിൽ ബൈക്ക് യാത്രികനായിരുന്ന മറ്റൊരാളുടെ ബൈക്കിന് കുറുകെ കേഴമാൻ ചാടി ബൈക്ക് നിയന്ത്രണം വിട്ട മറിഞ്ഞു. ചെമ്മണ്ണ് സ്വദേശിയായ മനുവിന്റെ കാലിന് ഒടിവ് സംഭവിച്ചു. ഇദ്ദേഹത്തെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഏലപ്പാറയിലെ തോട്ടമേഖലയിൽ കാട്ടുമൃഗശല്യം അതിരൂക്ഷമാണ്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഇവിടെ കാട്ടുമൃഗങ്ങൾ ജനവാസ മേഖലയിലൂടെ വിഹരിക്കുകയാണ്. തേയിലത്തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ പോലും ഇപ്പോൾ ജീവൻ പണയം വെച്ച് തൊഴിൽ സ്ഥലങ്ങളിൽ എത്തേണ്ട സാഹചര്യമാണ് ഉള്ളത്. മേഖലയിലെ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണുവാൻ വനംവകുപ്പ് തയ്യാറാകണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഏലപ്പാറ.